തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയെ ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഉന്നതതല അന്വേഷണത്തിന് ഇന്റലിജൻസ് ബ്യൂറോ ഉത്തരവിട്ടു. 24-കാരിയായ മേഘയുടെ മൃതദേഹമാണ് ചാക്ക റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത്. ഡൽഹിയിൽ നിന്ന് ശരത് ലാലുണ്ട്. ശരത്ത്, ഈ മരണത്തിന് പിന്നാലെ തന്നെ മേഘയുടെ സുഹൃത്തുക്കളിൽ പലരും മേഘ മാനസിക സംഘർഷം നേരിട്ടിരുന്നു എന്ന വിവരങ്ങളൊക്കെ നൽകിയിരുന്നു. ഇതിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉന്നതതല അന്വേഷണത്തിന് കൂടി ഉത്തരവ് വന്നിരിക്കുന്നു. വിവരങ്ങൾ സേതുലക്ഷ്മി, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇമിഗ്രേഷൻ വിഭാഗത്തിലാണ് മേഘ ജോലി ചെയ്തിരുന്നത്. ഫോറൻസിക് എക്സ്പെർട്ടായ മേഘ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ആ സമയത്ത് കഴിഞ്ഞ 6 മാസമായിട്ട് മേഘ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ഇമിഗ്രേഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്തത്. രാത്രിയായിരുന്നു ഷിഫ്റ്റ്. ഈ തിരക്കാണ് ലഫ്റ്റനന്റ് പൗരൻ അമേരിക്കയിലടക്കം നിരവധി ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ പ്രതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇമിഗ്രേഷന്റെ കണ്ണു തട്ടാതെ ഇറങ്ങിയത് എങ്ങനെയാണ് സംബന്ധിച്ച് ഇന്റേണൽ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ മേഘയെയും ചോദ്യം ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു ഉന്നതതലമായിട്ടുള്ള പ്രശ്നങ്ങൾ IBയിലുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ലിത്വാനിയൻ പൗരൻ, ഇന്റർപോളിന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് വർക്കലയിൽ എത്തിപ്പെട്ടത് എന്ന് സംബന്ധിച്ച അന്വേഷണത്തിൽ മേഘയെയും ഉന്നതതലമായി ചോദ്യം ചെയ്തിരുന്നു. ഇത് കൊണ്ടുതന്നെയാണ് ഇതൊക്കെ സമ്മർദ്ദത്തിലാക്കി എന്നാണ് IB തന്നെയുള്ള വൃത്തങ്ങൾ. ഏതായാലും IB ഇക്കാര്യത്തിൽ ഉന്നതതലമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഈ മേഘ ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമികമായി പോലീസ് റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട തരത്തിലുള്ള യാതൊരുവിധ സമ്മർദ്ദമില്ല എന്നാണ് IB കണ്ടെത്തുന്നത്. ഏതായാലും ഈ ഒരു ഇന്റേണൽ അന്വേഷണം IBയിൽ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം IB പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.